ഒരു വൃതാവായി പറഞ്ഞതല്ല, ഒരു തോന്നലല്ല. ദൈവം ചിലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കൊണ്ടുവരാൻ എന്റെ ദൈവത്തിനറിയാം. ആത്മാർത്ഥമായി പറയാ, വാക്കു മാറാത്തവൻ അവൻ പുനരുദ്ധാനമാ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബെഡ്സ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുൻപിൽ ഈ മീഡിയയിലൂടെ എത്തുവാൻ സർവശക്തനായ ദൈവം അനുവദിച്ച വൻ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പ്രോഗ്രാമുകൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാമും നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി മാറും, അതിന് യാതൊരു സംശയവുമില്ല. ആമേൻ. ഒത്തിരി രോഗികളെ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങൾ സൗഖ്യമാക്കി. ഒട്ടേറെ ബലഹീനർക്ക് കർത്താവ് ശക്തി പകർന്നു. പലരുടെയും പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ ആമേൻ പലർക്കും ദൈവം കൊടുത്തു. ഈ പകൽ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളെ സ്പർശിച്ചിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ഇന്നത്തെ മീറ്റിംഗ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെല്ലിമൂടിന് സമീപത്ത് നിന്ന് ബ്രദർ വിശാഖ് ആൻഡ് ഫാമിലിയാണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അവർ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാനുള്ളൊരു കാരണം കൂടെ ഉണ്ട്. അവർ വിവാഹം കഴിഞ്ഞ് ചില നാളുകളായി ഒരു കുഞ്ഞില്ലാതെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ആ ഒരു ടൈമിലാണ് ഞങ്ങളുടെ പ്രേയറിൽ അവർ കടന്നു വരികയും അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയുടെ ഫലമായി ഒരു തലമുറയെ ദൈവം ആ സഹോദരിയുടെ ഉദരത്തിൽ ഉരുവാക്കി. എന്നാൽ 6ാം മാസത്തിൽ എന്ന് പറയുമ്പോൾ 6ാം മാസമൊക്കെ ആകുമ്പോൾ ഗർഭിണിയായിരിക്കുന്ന സഹോദരിക്ക് കോവിഡ് പോസിറ്റീവായിട്ട് തന്നെ തിരുവനന്തപുരം SCT ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. വളരെയധികം ഭയക്കുകയും വളരെയധികം പേടിക്കുകയൊക്കെ ചെയ്തു. എന്നിരുന്നാൽ തന്നെയും ഞങ്ങളൊക്കെയും പ്രാർത്ഥിച്ച് തൻ്റെ ഉദരത്തിനകത്തുള്ള തലമുറയ്ക്ക് ഒരു കേടും വന്നില്ല. തന്നെ നെഗറ്റീവായി. മാസം തികഞ്ഞ് മണിക്കൂറുകളൊക്കെ തികയുന്ന സമയത്ത് സുഖകരമായ ഒരാൺകുഞ്ഞിന് ആ സഹോദരി ജന്മം നൽകി. ഇന്ന് സന്തോഷത്തോടെ അമ്മയും കുഞ്ഞുമായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ വരുന്നുണ്ട്. ആമേൻ. അതിന് നന്ദിയായിട്ട് അഭിൻ എന്ന് പേരിട്ട് വളർത്തുന്ന ആ കുഞ്ഞിനും കൂടെ വേണ്ടി നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ആ പ്രിയ വിശാഖിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബിനിക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ അഭിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ തലമുറയെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് കൊടുത്ത നന്മയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയ മക്കൾ ആരെങ്കിലും തലമുറകളില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്കും തലമുറയെ ദൈവം നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരെ തൊടുമാറാകട്ടെ. കുടുംബത്തെ ബ്ലസ് ചെയ്യട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു ബ്രദർ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തതിനുള്ള പ്രത്യേകം നന്ദിയെ ബ്രദർ വിശാഖിനോടും കുടുംബത്തോടും ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക മണ്ഡലങ്ങളെയും ദൈവം വിശാലമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഇന്ന് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരേണ്ട സമയമാണ്. കർത്താവിൻ്റെ വചനത്തിനാണ് ശക്തി. വചനം നിങ്ങളെ സ്പർശിക്കും, വചനം നിങ്ങളെ തൊടും. വചനത്തിൻ്റെ പവർ, വചനത്തിൻ്റെ ശക്തി അനുഭവിപ്പാൻ നമ്മൾ ഒരുക്കത്തോടെ ആമേൻ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇരിക്കുക. നിശ്ചയമായിട്ടും ആമേൻ കർത്താവിൻ്റെ വചനത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ സ്പർശിക്കാനിടയും. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വിശുദ്ധ ബൈബിളിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. 2 കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ആമേൻ. എൻ്റെ ബി പാർട്ടാണ് ഞാൻ വായിച്ച വാക്യം. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. വായിച്ച വാക്യം ഇങ്ങനെയാണ്, ബലഹീനൻ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഫോർ വെൻ ഐ ആം വീക്ക് then am I strong. ആമേൻ. മനോഹരമായൊരു ദൈവവചനമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിപ്പാൻ ഇടയെത്തിയിരുന്നത്. ആമേൻ. കൊരിന്ത്യർ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ പൗലോസാണ്. ഈ പൗലോസ് എഴുതുന്ന ഈ അധ്യായത്തിനകത്ത് 12-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്ന ആ ഒരു പദം ഇതാണ്, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനായി മാറുന്നു. ആമേൻ. എത്ര പേരുടെ കൂടെ ഉണ്ട് ദൈവവചനത്തിൻ്റെ ശക്തി അനുഭവിപ്പാൻ? ആമേൻ. നിങ്ങൾ ഒരുക്കത്തോടെ ഇരിക്കുന്നെങ്കിൽ ബലഹീനരായിരിക്കുന്ന ചിലരെ ഈ പകൽക്കാലം ആമേൻ ശക്തി
ശക്തിയുള്ളവരാക്കി ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആമേൻ പറയട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ പൗലോസ് പറഞ്ഞതിന്റെ ആശയം എന്താണെന്ന് അറിയാം. 12-ാമത്തെ അധ്യായം 1 മുതൽ വായിച്ചാൽ നമുക്കറിയാം പൗലോസ് ആമേൻ അത് നോക്കണമേ കർത്താവിൻ്റെ അടുക്കൽ ആത്മാവിൽ എടുക്കപ്പെടുന്ന ഒരു അനുഭവത്തെ പൗലോസോട് വിവരിക്കുന്നുണ്ട്. ആമേൻ. ഈ പൗലോസിനെ കുറിച്ച് നമുക്കറിയാം തൻ്റെ പഴയകാല ജീവിതം ഒരു ശൗലായിരുന്നു, അല്ലേ? ഈ ശൗലാണ് പൗലോസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഈ ശൗൽ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഒരു ക്രിസ്തുവിൻ്റെ അനുയായി ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ന്യായപ്രമാണത്തെ മുഴുവനും പഠിച്ച് എന്തെല്ലാം അതിനകത്തുണ്ടോ അതെല്ലാം പ്രമാണിക്കാൻ അറിയാവുന്ന മനുഷ്യനായിരുന്നു ഒരു ശൗൽ. ആമേൻ. ഗമാലിയലിന്റെ കാൽക്കലിരുന്ന ദൈവവചനം പഠിക്കുകയും അത് ആചരിക്കുകയും ചെയ്തു വന്ന മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ ന്യായപ്രമാണത്തിനു വേണ്ടി കൊല്ലാൻ അദ്ദേഹം തയ്യാറായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ പ്രവർത്തികളെ അദ്ദേഹത്തിന് ഇഷ്ടവുമല്ല. ക്രിസ്തുവിന്റെ മാർഗത്തെ നിശിതമായി വിമർശിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ ശൗൽ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ. ഒന്നാം നൂറ്റാണ്ടിന്റെ സഭയിൽ അനേകരെ കൊന്നുമുടിക്കുവാൻ ഈ പൗലോസ് അല്ലെങ്കിൽ ശൗല മൗന സമ്മതം കൊടുത്തിരുന്നു. മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങിയിട്ട് ഒന്നാം നൂറ്റാണ്ടിന്റെ ദൈവസഭകളെ തച്ചുടയ്ക്കുവാൻ ശേഷം തകർത്ത് കളയുവാൻ താനും തന്റെ കൂട്ടാളികളും കുതിരപ്പുറത്ത് ഇറങ്ങിത്തിരിച്ചത് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോഴും കണ്ണടച്ച് മൗന സമ്മതം കൊടുത്ത മാറി നിന്നൊരു മനുഷ്യനായിരുന്നു ഈ ശൗൽ എന്ന് പറയപ്പെടുന്നത്. അനേക വ്യക്തികളെ ക്രിസ്തുവിന്റെ മാർഗം സ്വീകരിച്ചത് കൊണ്ട് സഭകളിൽ നിന്ന് വലിച്ച് പുറത്തിറക്കി കല്ലെറിഞ്ഞ് കൊല്ലുകയും വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുവാൻ നേതൃത്വ നിരയിൽ തന്നെ ഉണ്ടായിരുന്നു അന്നത്തെ ശൗൽ. ഞാൻ നിങ്ങളോട് പറയട്ടെ, അതാണ് ശൗലിന്റെ ജീവിതം. പക്ഷേ തന്റെ ജീവിതത്തിൽ താൻ ഒരിക്കലും ക്രിസ്തുവിനെ അംഗീകരിക്കത്തില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മനുഷ്യനാണ്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് വേണ്ടി താൻ കൊല്ലാൻ തയ്യാറാണ്. പക്ഷെ ക്രിസ്തുവിന്റെ അനുയായികളെ കണ്ടാൽ പിടിച്ചു കെട്ടി കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ശൗലിന്റെ ജീവിതം. എന്നാൽ ഈ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്റെ അവസ്ഥ ഒന്ന് മാറണം. എന്നാൽ ഞാൻ ഇതിനു മുൻപ് തന്നെ ഞാനൊന്ന് പറയാം. ഈ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചാലേ നമുക്ക് മനസ്സിലാവും ശൗലിന്റെ മാനസാന്തരവും ശൗലിന്റെ പ്രവൃത്തിയും എന്തുവാന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇങ്ങനൊക്കെ ക്രിസ്തുവിന്റെ മാർഗത്തിന് വിരോധമായി ചെയ്തു വന്ന ഈ ശൗല തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഒന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം. ഹല്ലേലൂയ. താൻ കടുത്ത വിരോധിയാണ്. എന്നാൽ അതേ ശൗലിനെ കൊണ്ട് ദൈവം അത് നോക്കണമേ തിരിച്ചു പ്രസംഗിപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തി വായിച്ചിട്ടുള്ളവർക്കറിയാം, ഒന്നല്ല പല തവണ പൗലോസ് വാക്കു പറയുന്നുണ്ട്, ഈ യേശു തന്നെ ക്രിസ്തു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഞാൻ ആ പദമൊക്കെ വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം അന്നേരം അവിടെ പറയുന്ന ഒരു പദം ഇതാണ്, ഈ യേശു തന്നെ ക്രിസ്തു എന്ന യഹൂദന്മാരോട് തിരുവെഴുത്തുകളെ വച്ച് തെളിയിക്കുകയാണ്. ഒരു കാലത്ത് അല്ല എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് ഇതെങ്ങനെ സംഭവിച്ചു? ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, വീട്ടിനകത്ത് കടുത്ത വിരോധത്തോടെ നിങ്ങൾക്ക് വിരോധമായിട്ട് പലതും പറഞ്ഞുകൊണ്ട് ഉപദ്രവങ്ങൾ അഴിച്ചുവിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഈ ടി-വിയിലെ പ്രോഗ്രാം കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിരോധമായി പിറുപിറുത്തും നിങ്ങൾക്ക് വിരോധമായി തൊഴിച്ചുമിരിക്കുന്ന പലരും നിങ്ങളുടെ വീടിനകത്ത് കണ്ടേക്കുക, പ്രാർത്ഥിക്കുക. അതേ നാവുകൊണ്ട് ഈ പ്രോഗ്രാം ഒന്ന് ഇട് സഹോദരി എന്ന് പറയുന്ന നാളുകൾ ആസന്നമായി വരികയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ കോവിഡിൻ്റെ സമയത്ത് ഞാനൊരു അനുഭവം ഞാനിങ്ങനെ പറയാം. ഞങ്ങൾ ഈ വീട്ടിലൊരു ഉണർവ് എന്നൊരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. എല്ലാ ദിവസവും വൈകുന്നേരം യൂട്യൂബ് ചാനലിലാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഒരു സഹോദരിയുടെ സാക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത്. താൻ ഞങ്ങളുടെ മീറ്റിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഒളിച്ചാണ് വരുന്നത്. ആരെയാ ഒളിച്ചെന്നറിയാമോ? തൻ്റെ ഭർത്താവിനെ ഒളിച്ച്. കാരണം മീറ്റിങ്ങിന് പോയി എന്നറിഞ്ഞാൽ
മീറ്റിങ്ങിന് പോയി എന്നറിഞ്ഞാൽ അദ്ദേഹം മദ്യപിച്ചിട്ട് വന്ന ബഹളമുണ്ടാക്കും, ചിലപ്പോൾ തല്ലുകൂടും, ചിലപ്പോൾ വീടിന് പുറത്താക്കും. ഇങ്ങനെ ഭയങ്കര വിഷയങ്ങളുണ്ട്. മദ്യപിക്കുമ്പോൾ ഭയങ്കര വിഷയമാണ്. അങ്ങനെ ആ സഹോദരി ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു, സഹോദരി പ്രാർത്ഥിക്കുക, കർത്താവ് അദ്ദേഹത്തിനൊരു മാനസാന്തരം കൊടുക്കട്ടെ, ദൈവം അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ കൊണ്ടല്ലാതെ കഴിയത്തില്ലല്ലോ. പ്രാർത്ഥിച്ചു. വാസ്തവമായിട്ട് ഞാൻ പറയാം, ഈ വീട്ടിലൊരു ഉണർവെന്ന ഈ പ്രോഗ്രാം വൈകുന്നേരങ്ങളിൽ വീടുകൾക്കകത്തിരുന്നവർ ശ്രദ്ധിക്കുമ്പോൾ അത് നോക്കണം. ഈ മദ്യഷാപ്പൊക്കെ അടച്ചിട്ട സമയമായിരുന്നല്ലോ ഈ ലോക്ക്ഡൗൺ. അദ്ദേഹത്തിന് ഭയങ്കര ഒരു മാറ്റം വന്നു. മദ്യമൊക്കെ ഉപയോഗിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു മാറ്റം. ഈ സഹോദരി വൈകുന്നേരം ആകുമ്പോൾ അത് നോക്കണമേ, 7 മണിയാകുമ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം യൂട്യൂബിൽ അത് നോക്കണം, ഈ സഹോദരി എടുത്ത് കാണുവാൻ തുടങ്ങി. ചില ദിവസങ്ങൾ അത് സഹോദരി ഒറ്റയ്ക്കിരുന്ന് കണ്ടു. എന്നാൽ ഈ ശബ്ദം ആ വീടിനകത്ത് മുഴങ്ങി. അദ്ദേഹം ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നെ അത് കേൾക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സഹോദരി എന്നോട് സാക്ഷ്യം ഇങ്ങനെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആ സഹോദരി ഈ പ്രോഗ്രാം ഇടാൻ താമസിച്ചു. ഹല്ലേലൂയ. അന്നേരം ഈ സഹോദരൻ വന്നിട്ട്, ഇന്ന് ആ പാസ്റ്റർ പ്രോഗ്രാം നീ മൊബൈലിൽ ഇടുന്നില്ലേ? ഈ സഹോദരി അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്തൊരു മാറ്റം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെയുള്ള ശൗലുമാരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, മാനസാന്തരപ്പെടും. ഈ സഹോദരി ഒരുപക്ഷെ ഈ പ്രോഗ്രാം അവർ കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ സഹോദരി പറഞ്ഞത്, ഇപ്പോൾ ഞാൻ അല്പം താമസിച്ചാലും ആ സഹോദരൻ എല്ലാ പണികളും നിർത്തിയിട്ട് 7 മണിയാകുമ്പോൾ വീട്ടിൽ വന്നിരിക്കും. എന്തിനാ? ഈ പ്രോഗ്രാം കാണാൻ. എന്നിട്ട് പറയും 9 മണി, ചിലപ്പോൾ 9:30, ചിലപ്പോൾ 10 മണി ആയേക്കാം, എങ്കിലും പാസ്റ്ററെ അതുവരെ ഇരുന്ന് കാണും. അത് കഴിഞ്ഞ് രാത്രി അത്താഴം കഴിക്കത്തുള്ളൂ. നോക്കണേ, ചില ശൗലുമാരെ മാനസാന്തരപ്പെടുത്താൻ ഒരുപാട് നേരമൊന്നും വേണ്ട. അതിൽപ്പെട്ടൊരു പ്രധാനിയായ മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ ഈ അധ്യായം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ശൗല് വേദപുസ്തകം പറയുന്നു, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവൻ, സഭയെ പീഡിപ്പിച്ചവൻ, അതിന് നേതൃത്വം കൊടുത്തവൻ. അവസാനം തന്റെ യാത്ര എങ്ങോട്ടായിരുന്നു? ദമസ്കോസിലേക്കായിരുന്നു, അല്ലേ? ഈ ദമസ്കോസിലേക്ക് പോകുന്ന ഒരു യാത്ര അന്ന് കുതിരപ്പുറത്താണ് താൻ പോകുന്നത്. പവറുണ്ട്, അധികാരമുണ്ട്, കൂടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. എന്തിനാ പോകുന്നേ? ഉപദ്രവിക്കാൻ, സഭയെ ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ. ഇതിനു വേണ്ടി താൻ പെക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേദപുസ്തകം പറയുന്നു, വഴി വെച്ച കർത്താവ് തൊട്ടു, അല്ലേ? സൂര്യനെ വെല്ലുന്ന വെളിച്ചം എന്നാണ് അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിക്കുന്നത്. സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം, നട്ടുച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ നട്ടുച്ചയ്ക്കും ഈ പ്രകാശം വ്യക്തമായി അടിക്കുക. അപ്പൊ സൂര്യന്റെ ഡബിൾ പവറോടെ ഇവൻ കുതിരപ്പുറത്ത് പോകുമ്പോൾ ഇവനെ ചുറ്റി മിന്നുന്നൊരു തേജസ് വെളിപ്പെട്ടു. അവൻ നിലത്തു വീണ് അവൻ കിടന്നുകൊണ്ട് ചോദിച്ചു, ആരാ എന്നെ ഉപദ്രവിക്കുന്നത്? പെട്ടെന്ന് കാഴ്ചയ്ക്ക് മനുഷ്യരൊന്നും വന്നില്ല. കേട്ടൊരു ശബ്ദമുണ്ട്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. ഈ ശൗല് ഞെട്ടിപ്പോയി. ഞാൻ എപ്പോഴാണ് യേശുവെ അങ്ങ് ഉപദ്രവിച്ചേ? അങ്ങയുടെ പേരും പറഞ്ഞത് നടന്ന പലരെയും ഞാൻ തൊട്ടിട്ടുണ്ട്, പക്ഷെ അങ്ങേ ഞാൻ ഉപദ്രവിച്ചില്ലല്ലോ. ഞാനൊരു കാര്യം കൂടെ പറയാം. കർത്താവിനെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ തൊട്ടെങ്കിൽ വേദനിക്കുന്നത് നിനക്കല്ല, വാസ്തവമായിട്ട് ഞാൻ പറയാം, യേശുവിനാണ്, അല്ലേ? സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോ താനാ മുഴങ്കാൽ മടക്കി തെരുവിലിരുന്ന് കരഞ്ഞു. തന്റെ ആത്മക്കണ്ണാൽ കാണുന്നു സ്വർഗം. ആമേൻ. പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ ഇരിക്കുന്ന കാഴ്ചയൊക്കെ കാണുക. ഇതൊക്കെ ആത്മക്കണ്ണാലെ കാണുന്ന സമയത്ത് വാസ്തവമായിട്ട് ഓരോ കല്ലുകൾ തന്റെ നെറ്റിക്കും തന്റെ തലയിലും തന്റെ നെഞ്ചത്തൊക്കെ വീഴുമ്പോ ഞാൻ പറയട്ടെ, വേദനിച്ചത് ആർക്കാ? സ്തേഫാനോസ് ദർശനത്തെ കണ്ട് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ വേദന മുഴുവനും എൻ്റെ കർത്താവിന് ഏറ്റുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, അന്ന് സ്തേഫാനോസിനെ എറിഞ്ഞില്ലേ? എറിഞ്ഞത് സ്തേഫാനോസിനെയാ, പക്ഷെ അവന്റെ ഉള്ളിൽ ഞാൻ ഉണ്ടായിരുന്നു. കൊണ്ടത് എനിക്കാണ്, വേദനിച്ചത് എനിക്കാണ്. എത്ര പേർക്ക് ഞാൻ ഈ രാത്രി പകൽക്കാലം പറയുന്ന മനസ്സിലാകുന്നുണ്ട്? അവൻ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ആരൊക്കെയോ ഈ പ്രോഗ്രാമിലൂടെ എന്നെ കാണുന്നുണ്ട്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ആരൊക്കെയോ ഈ ശബ്ദം വീടുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ആത്മാർത്ഥമായി ഞാൻ പറയാം, അവൻ നിന്നെ വേദനിപ്പിച്ചുവെങ്കിൽ ആ വേദന കർത്താവ് അറിഞ്ഞു. എൻ്റെ കർത്താവ് ചേതന തൊടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ആ വാക്കിൽ വിശ്വസിക്കാൻ പറ്റും? നിങ്ങളുടെ കുടുംബനാഥനാണെങ്കിൽ കർത്താവ് മാനസാന്തരപ്പെടുത്താൻ പോവുക. നിങ്ങളുടെ മക്കളാണെങ്കിൽ കർത്താവ് മാനസാന്തരപ്പെടുത്താൻ പോവുക. നിന്റെ കുടുംബിനിയോട് ഇടപെടാനുള്ളതെങ്കിൽ ഇന്ന് പകൽ ദൈവം ഇടപെടാൻ പോവുക. നിങ്ങൾ പ്രാർത്ഥിച്ചോ, കർത്താവ് ഇടപെടട്ടെ. ദമസ്കോസിലേക്ക് പോകുന്ന വഴിമധ്യേ വെച്ച ഈ ശൗല നിലത്തു വീണോ. അവസാനം കർത്താവിനോട് പറഞ്ഞിട്ട്, വൈദ്യന്റെ അടുത്ത് പോയ കാഴ്ച കിട്ടത്തില്ല, നീ പോകുന്നെങ്കിൽ ദമസ്കോസിൽ തന്നെ പോ. ആ ഇടപെടലിൽ ശൗലിനോട് കർത്താവ് പറഞ്ഞു, പോകുന്നെങ്കിൽ ദമസ്കോസിൽ പോ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദമസ്കോസിൽ ചെന്ന് 3 ദിവസം വെള്ളമില്ല, ഭക്ഷണമില്ല, അതിനകത്ത് പുള്ളിക്കാരൻ നന്നായിട്ടിരുന്നങ്ങ് പ്രാർത്ഥിക്കുക. ഈ
പ്രാർത്ഥനയുടെ ഒടുവിൽ അനന്യാസിനോട് കർത്താവ് പറഞ്ഞു, ചെന്ന് അവന്റെ മേൽ കൈവയ്ക്കുക. അഭിഷിക്തന്റെ കൈ വീണാല് ഇനി അവന്റെ കണ്ണില് ചെതുമ്പല് പോകത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളോട് പറയാം, ക്രിസ്തുവിന്റെ മാർഗത്തെ വിമർശിക്കുന്നവർ, ക്രിസ്തുവിന്റെ മാർഗത്തെ അവൻ എതിർക്കുമ്പോൾ, ക്രിസ്തുവിന്റെ മാർഗത്തിന് വിരോധമായി പലതും പറയുമ്പോൾ, അവൻ കുടുംബങ്ങൾക്കകത്ത് തന്നെ പീഡനങ്ങൾ അഴിച്ചുവിടുമ്പോൾ, വാസ്തവമായിട്ട് ഞാൻ പറയാം, അഭിഷിക്തന്മാരുടെ കൈ വന്നാലേ അവരുടെ കണ്ണിലെ ചെതുമ്പല് പോകത്തുള്ളൂ. അല്ലാത്തടത്തോളം അവർ പലതും ചെയ്തുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ് ചിലതിനെ തൊടേണ്ട സമയമാണ്, ചിലതിനെ ദൈവം തൊടും. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ആമേൻ. ഇത് വേറെ ആരും കൈവച്ചാൽ പോലും അഭിഷിക്തം തൊടണം. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഈ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചലിക്കും. നിങ്ങൾ ആരുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ മാനസാന്തരപ്പെടാൻ പോവുക. നിങ്ങൾ ആരുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ വിടുവിക്കപ്പെടാൻ പോവുക. അവർ ക്രിസ്തുവിനെ അറിയാൻ പോവുക. അവർ യേശുവിങ്കലേക്ക് വരാൻ പോവുക. അവർ രക്ഷപ്പെടാൻ പോവുകയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. വിശ്വസിക്കാൻ തയ്യാറാണോ? ആമേൻ. ഓക്കെ, ഞാൻ ഈ ഭാഗത്തേക്ക് വരട്ടെ. അപ്പോൾ ഈ ശൗലിനോട് ചോദിച്ചാൽ ശൗല് പറയും 3 ദിവസം ഉപവാസമാണ്. എവിടെ? ദമസ്കോസില്. ഉപദ്രവിക്കാൻ പോയവനാ ഇപ്പോൾ ഉപവാസത്തിലാണ്. ഉപദ്രവിക്കാൻ പോയതിനിപ്പോൾ ഉപവാസത്തിലാണ്. പുള്ളിക്കാരൻ ഉപവാസത്തിൽ കിടക്കുക. ആമേൻ. 3-ാം ദിവസം അനന്യാസി ഒന്നോ ശൗലെ കാഴ്ച പ്രാപിക്കുമെന്നോ എന്നൊരു തലമേൽ കൈവയ്ക്കുമ്പോൾ ബൈബിൾ പറഞ്ഞ കണ്ണിൽ നിന്ന് ചെതുമ്പൽ അടർന്നു വീണു. അതാ പറഞ്ഞ അഭിഷിക്തന്മാർ കൈവച്ചാൽ ചിലതൊക്കെ അടർന്നു മാറും. ഇത് വേറെ മരുന്നൊന്നും വേണ്ട, കർത്താവ് തൊട്ടാ സൗഖ്യമാണ്. ഹല്ലേലൂയ. അന്ന് മുതൽ ശൗലിന്റെ പ്രസംഗത്തിന്റെ രീതി മാറി. അന്ന് മുതൽ അവൻ പ്രസംഗിച്ചു തുടങ്ങി, ഈ യേശു തന്നെ ക്രിസ്തു. അന്ന് മുതൽ അവന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. ന്യായപ്രമാണത്തിനു വേണ്ടി കൊല്ലാൻ നടന്നവൻ ക്രിസ്തുവിന് വേണ്ടി ചാകാൻ തയ്യാറായി. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ന്യായപ്രമാണത്തിന് വേണ്ടി കൊല്ലാൻ നടന്നവനാണ്. ഇപ്പോ വേറൊരു ചിന്ത വന്നു, എനിക്കിനി കൊല്ലണ്ട, ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി. ഇതാണ് കർത്താവിന്റെ സ്നേഹം. ഹല്ലേലൂയ. ഈ സ്നേഹത്തിലേക്ക് വന്നപ്പോ ഇന്നലെ പലരെയും കല്ലെറിഞ്ഞു. അതിൻ്റെയൊക്കെ പ്രതിഫലങ്ങൾ ഇപ്പൊ പുള്ളിക്ക് കിട്ടിത്തുടങ്ങി. പലരെയും പുള്ളിയെ കല്ലെറിയാൻ തുടങ്ങി. അതെല്ലാം കൊണ്ടേച്ച് ഇങ്ങനെ മിണ്ടാതെ പുള്ളി പോവും. കുഴപ്പമില്ല, സഹിക്കാൻ ക്രിസ്തുവിന്റെ സ്നേഹം അതാ. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നിങ്ങളൊക്കെ ഉപദ്രവിക്കുന്നവരും വിമർശിക്കുന്നവരും അങ്ങനെയുള്ള പലരും, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. നാളുകളിൽ വാസ്തവമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, ആമേൻ, അവരൊക്കെ കർത്താവിനെ സേവിക്കുന്നവരും കർത്താവിനെ സാക്ഷിക്കുന്നവരുമായി മാറാൻ പോവുക. വിശ്വസിക്കാൻ തയ്യാറാണോ? കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുക, ഭാരപ്പെടുകയൊന്നും വേണ്ട, കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുമോ. ചില അനന്യാസുമാരെ ദൈവം അയച്ചിട്ടുണ്ട്. നമ്മുടെ ദേശത്തിലെ അനന്യാസുമാരുണ്ട്. പ്രാർത്ഥിക്കുക. അഭിഷിക്തന്മാരുടെ കരം വീഴുമ്പോൾ ചിലതൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ പൗലോസുമാരായി മാറാൻ പോവുക. ഞാൻ ഈ ഭാഗത്തേക്ക് വരട്ടെ. അപ്പൊ ഈ പൗലോസ ഇപ്പൊ എന്തു വന്നാലും യേശു അല്ലാതെ വേറൊന്നുമില്ല. പുള്ളി പറയും, എനിക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അടർത്തിക്കളയാൻ വേറെ ആൾക്കും കഴിയത്തില്ല. കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ദാരിദ്ര്യത്തിനോ മരണത്തിനോ പിന്നെ ആടിയോ നഗ്നതയോ ഉറക്കമുള്ള ഇതൊക്കെ അനുഭവിച്ചെങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അടർത്താൻ ഇവയ്ക്കൊന്നിനും കഴിയത്തില്ല. ദൂതനോ മരണത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇരുട്ടിനോ ഈ ലോകത്തിന്റെ ഒരു ശക്തികൾക്കും. ഇതാണ് പൗലോസിന്റെ ഭാഷ. അപ്പൊ ഇങ്ങനെ കർത്താവിന് വേണ്ടി നടക്കുന്ന പുള്ളി 12-ാം അധ്യായത്തിൽ വരുമ്പോൾ പുള്ളിക്കൊരു വിഷമമുണ്ട്. ഈ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ വരുമ്പോൾ പുള്ളിക്കൊരു ഭയങ്കര വിഷമം. എന്താണ് പുള്ളിയുടെ വിഷമം? അത് ഇന്ന് ക്രൈസ്തവ മേഖലയിലുള്ള പലരുടെയും വിഷമമാണ്. ഹല്ലേലൂയ. ഈ പുള്ളിയുടെ വിഷമം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? പുള്ളിക്ക് ഇത്തിരി വെളിപ്പാടുണ്ട്, നല്ല വെളിപ്പാടൊക്കെ പുള്ളി പ്രാപിച്ചിട്ടുണ്ട്. ഒരു നോട്ടം നോക്കിയാൽ മതി, ഭൂതം ഓടും. ഒറ്റ രാത്രി കൊണ്ട് കാരാഗ്രഹത്തിന്റെ ആടിത്തറ മുഴുവൻ പുള്ളി ഇളക്കി. ഹല്ലേലൂയ. ഭയങ്കര ദൈവകൃപയുള്ള മനുഷ്യൻ, അപ്പോസ്തലിക ശുശ്രൂഷ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഏതെങ്കിലും ഒരു പ്രദേശത്ത് കാല് വെച്ചാൽ അവിടെ സ്നാനങ്ങൾ നടക്കും, കൂട്ടസ്നാനം നടക്കും. ആമേൻ. അങ്ങനെയുള്ള അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്ത് പുള്ളി ചെയ്തു പോകുന്ന സമയത്ത് ഈ 2 കൊരിന്ത്യർ 12-ാം അധ്യായം വായിക്കും. പുള്ളിക്കൊരു ചെറിയ വിഷമം. എന്തെന്നറിയോ? നമ്മൾ ആ അധ്യായം വായിക്കുമ്പോൾ 12-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അടുത്ത് പറയുന്നു, ആമേൻ, ഞാൻ ദൂതനെ തന്നെ അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ എത്ര വട്ടം അപേക്ഷിച്ചു? 3 വട്ടം. ആരോട് അപേക്ഷിച്ചു? കർത്താവിനോട് അപേക്ഷിച്ചു. ശ്രദ്ധിക്കുക. ഈ പുള്ളിയുടെ പ്രാർത്ഥനാ വിഷയം എന്തുവാണ്? എന്നെ കുത്തുവാൻ ഒരു സാത്താന്റെ ദൂതനെ, അല്ലേ?
നിങ്ങൾ കേൾക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. പുള്ളി ഒരു പ്രാർത്ഥനക്കാരനല്ലേ? ഇനി ഈ പുള്ളിയുടെ കൃപ ഒന്ന് ചിന്തിച്ചു നോക്ക്, കൃപാവരം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഭൂതത്തോട് എന്ന് പറഞ്ഞാൽ വെളിച്ചപ്പാട് വഴിയിലിരിക്കുക. വെളിച്ചപ്പാട് പറയുന്നൊരു സ്ത്രീ ഈ പൗലോസിനെ അതുവരെ പോയപ്പോൾ പുള്ളിയോട് പറഞ്ഞു എന്തുവാ, ഇതാ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അടിക്കുന്നു. ഒരു വെളിച്ചപ്പാട് മുഖം നോക്കി അങ്ങ് പറഞ്ഞു. സംഗതിയൊക്കെ ശരി തന്നെയാണ്, പക്ഷെ പോരുത് കേട്ടോ. ആമേൻ. ദോഷമേ ഉണ്ടാകത്തുള്ളൂ. പൗലോസിന് മനസ്സിലായി ഈ പട്ടണത്തെ മുഴുവൻ എണ്ണത്തിന് അടക്കി ഭരിച്ചിട്ട് കയ്യും വാങ്ങി രേഖ നോക്കി പറഞ്ഞ് മുഖം നോക്കി പലതും പറഞ്ഞ് ഈ പട്ടണത്തെ മുഴുവൻ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു വെളിച്ചപ്പാടിന്റെ പിശാചേ സഹോദരിലിരിക്കുന്നത്. ആമേൻ. അവളെ പറഞ്ഞു വിട്ടപ്പോൾ ദേശം മുഴുവൻ ഇളകി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദേശത്തിന്റെ മുഴുവൻ കൺട്രോളും ഈ സഹോദരിയുടെ അകത്തിരിക്കുന്ന പിശാചിനാ. പൗലോസ് എന്ത് ചെയ്തു? തിരിഞ്ഞ് അങ്ങോട്ട് നോക്കിയേച്ച് പോ പിശാചി എന്ന് പറഞ്ഞു. ഒരൊറ്റ പറച്ചില് ആ സാധനം ആ ദേശത്ത് നഴിച്ചുകൂടി. ഒറ്റ വാക്കുകൊണ്ട്. ഉപവാസ പ്രാർത്ഥന ഒന്നും വച്ചില്ല. നമ്മളാണെങ്കിൽ ഒരു ബന്ധനം മാറാൻ എത്ര ഉപവാസ പ്രാർത്ഥന വയ്ക്കും? ഒരു കെട്ടുപോട്ടാൻ എത്ര ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കും? അല്ലേ? ശരിയല്ലേ? ആമേൻ. 2 വർഷമായി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, 5 വർഷമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. തിരിച്ചറിഞ്ഞ കാലം മുതലേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ബന്ധനം പൊട്ടിക്കാൻ. ആമേൻ. ഇനി പൗലോസ് നോക്ക്, ഒറ്റ നോട്ടം കണ്ട് പറഞ്ഞതുള്ളൂ, ദേശത്തെ അടക്കി ഭരിക്കുന്ന വെളിച്ചപ്പാട് ഇറങ്ങിക്കൂടി. ഇങ്ങനെ വാക്കുകൊണ്ട് ഓടിച്ച പിശാചിനെ, വാക്കുകൊണ്ട് പൗലോസ് പിശാചിനെ ഓടിച്ചു. പക്ഷെ തൻ്റെ പുറകിൽ ഒരു സാത്താന്റെ ദൂതൻ, എ മെസഞ്ചർ ഓഫ് സൈത്താൻ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഒരു മലയാള ഭാഷയിൽ പറഞ്ഞ ഒരു കുട്ടി സാത്താൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ദേശത്തിന്റെ വലിയ സാത്താനെ മുഷിഞ്ഞു നോക്കിയിട്ട് പോന്ന് പറഞ്ഞപ്പോൾ ഓടിയെങ്കിൽ, ഒരു കുട്ടി സാത്താന് വേണ്ടി ഈ പൗലോസ് പറയുക 3 വട്ടം ഞാൻ ഉപവസിച്ചിട്ടും ഈ സാധനം പോകുന്നില്ല. പ്രാർത്ഥനയുണ്ട്. ഞാൻ ഇത് മെസ്സേജ് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട പലരുടെയും സംശയങ്ങൾക്ക് മറുപടിയായി ഇത് മാറാൻ പോവുക. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും എന്തിനാ എൻ്റെ പുറകെ ഒരു കുട്ടി സാധാരണ നടക്കും? ഇതല്ല പലരുടെയും ചോദ്യം. പള്ളി പോകുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, ഓഹരി വരെ കൊടുക്കുന്നവരുണ്ട്. വാസ്തവമായിട്ട് എന്തൊക്കെ ചെയ്തിട്ട് ഈ കുട്ടി സാത്താൻ എന്തിനാ എൻ്റെ പുറകെ? ഹല്ലേലൂയ. പരിശുദ്ധാത്മ വ്യക്തമായി ചെല്ലോട് പറയുക, എന്തിനാ ഈ പൗലോസ് പറഞ്ഞു 3 വട്ടം ഞാൻ എൻ്റെ കുട്ടി സാത്താനെ ഓട്ടിക്കാൻ ഞാൻ 2 ഉപവസിച്ചു കർത്താവിനോട് പറഞ്ഞു. പക്ഷെ തമ്പുരാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. 1-ാം വട്ടം പറഞ്ഞു മറുപടി കിട്ടിയില്ല, 2-ാം വട്ടം പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടിയില്ല, 3-ാം വട്ടം പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടിയില്ല. അന്നേരം കർത്താവ് പൗലോസിനോട് പറയുക, എൻ്റെ കൃപ നിനക്ക് മതി. അതിന്റെ അർത്ഥം കുട്ടി സാത്താൻ അവിടെ കിടക്കട്ടെ പൗലോസേ. ഈ കുട്ടി സാത്താൻ നിന്നെ കുത്തുന്ന സമയം നീ ബലഹീനനാകും. എന്റെ യേശു പറഞ്ഞു, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ഈ ശബ്ദം കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ആമേൻ. ഈ കുട്ടി സാത്താൻ ചില രോഗമിട്ട് നിന്നെ കുത്തിയെന്നിരിക്കാം. പൗലോസിന് അതൊരു ബലഹീനത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് രോഗമാണെന്ന് അറിയത്തില്ല, എന്ത് ബലഹീനത അറിയത്തില്ല. അത് കുത്തുമ്പോൾ വേദനിക്കും. ജഡത്തിലൊരു വേദന, ജഡത്തിലൊരു ശൂലം. ആമേൻ. ഇത് തന്നെ വല്ലാണ്ട് ബലഹീനപ്പെടുത്തുമ്പോൾ അവൻ ദൈവം പറഞ്ഞു, എടാ അവൻ കുത്തുമ്പോൾ എൻ്റെ കൃപ ഇറങ്ങി വരും. ഇന്ന് പകൽക്കാലം അവൻ നാളുകളായി കരഞ്ഞും പ്രാർത്ഥിച്ച് സാത്താന്റെ പോരാട്ടത്തിൽ വേദനിക്കുന്ന ആരെയോ പരിശുദ്ധാത്മാവ് അവൻ ഇന്ന് പകൽക്കാലം കാണുന്നുണ്ട്. ദൈവാത്മാവ് നിനക്കൊരു ദൂത് തരിക. പല ആവർത്തി പ്രാർത്ഥിച്ചു, പല ആവർത്തി ഉപവസിച്ചു, അത് നിന്നെ വിട്ട് മാറാതെ നിൽക്കുവാണെങ്കിൽ ദൈവാത്മാവ് ഇന്ന് പകൽ ശക്തിയോടെ പറയുന്നു, ആമേൻ, അത് മറ്റൊന്നുമല്ല ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ അതവിടെ കിടക്കട്ടെ. ഹല്ലേലൂയ. പുള്ളി പറഞ്ഞ വാക്കുണ്ടോ? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരു ചെറിയ കുത്തടക്കിടയ്ക്ക്. ഈ കുത്തു വരുമ്പോൾ വേദന വരും, വേദനിക്കുമ്പോൾ മുട്ടുമടക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. ആരുണ്ട് ശബ്ദം കേൾക്കാൻ? ഈ വേദന വരുമ്പോ മുട്ടുമടക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് വേദനയെ അകറ്റുവാൻ ദൈവം തന്റെ ശക്തിയെ പകർന്നു തരും. ഹല്ലേലൂയ. മാനസികമായി തളരുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറയാം. ആ തളർച്ച ഗെത്സമന തോട്ടത്തിനകത്ത് യേശു അവൻ ആ അവസാനത്തെ ആ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നത് ഓർമ്മയുണ്ടോ? ഒരു കല്ലേറ് ദൂരത്തോളം ശിഷ്യന്മാരെ വിട്ട് മാറിച്ചെന്ന് മുട്ടുമടക്കി ആ പിതാവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ?
പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. ഏത് പാനപാത്രം? 3 ആണിമേൽ നാളെ കാൽവരി കൊലക്കളത്തിൽ തൂങ്ങപ്പെടണം, തന്റെ രക്തം അവൻ ലോകത്തിൽ ചിന്തണം, പ്രാണനെ വെടിയണം എന്നത് ഓർത്തപ്പോൾ മനസ്സിന് വല്ലാത്ത വ്യാകുലം. പക്ഷേ ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പറയാം, ചില ബലഹീനത നിന്റെ ശരീരത്തെയും മനസ്സിനെ വല്ലാണ്ട് ബലഹീനപ്പെടുത്തുമോ? എന്റെ കർത്താവ് പറഞ്ഞ പാനപാത്രം മാറത്തൊന്നുമില്ല, പക്ഷെ നിനക്കൊരു ശക്തി തരാൻ പോവുക. ഈ പകൽക്കാലം വിശ്വസിക്കുന്ന വ്യക്തിയാണ് നീ എങ്കിൽ നിന്റെ ബലഹീനതയിൽ ശക്തി പകരുവാൻ ഇന്ന് പകൽ എന്റെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. വേദപുസ്തകം വായിച്ചാൽ കാണാൻ ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഒന്നുകൂടെ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഐ ക്യാൻ ഡു ആൾ things through Christ which strengthen me. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യാൻ കഴിയും. വിശ്വസിക്കാൻ തയ്യാറാണോ? കർത്താവിന്റെ കൃപ നിന്റെ മേൽ ഇറങ്ങാൻ പോവാ. കർത്താവിന്റെ കൃപ നിന്റെ മേൽ ഇറങ്ങുക. നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവശക്തി. ഹല്ലേലൂയ. ആര് വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാല ആ കുട്ടി സാത്താൻ എന്നെ വിട്ടു പോകുന്നില്ലല്ലോ. ഈ രോഗം എന്താ എന്നെ വിട്ടു പോകാത്തെ? ഈ പ്രശ്നം എന്താ എന്നെ വിട്ടു പോകാത്തെ? എത്രയോ പേരുടെ ബലഹീനതകൾ മാറി. എന്താ എന്റെ ബലഹീനത? അവരോട് പറയുന്നത്, ആമേൻ, നിന്റെ വിഷയത്തിന്റെ മറുപടി തമ്പുരാൻ പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ വിശ്വസിക്കുകയാണ്. കേട്ട ദൈവശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, ശരീരത്തിൽ അനുഭവിക്കുന്ന സകല ബലഹീനതകൾക്കും ഇപ്പോൾ സ്വർഗം ഒരു പരിഹാരം തരാൻ ആഗ്രഹിക്കുകയാണ്. രോഗമുള്ളവർ നിങ്ങളുടെ കരങ്ങളെ ആ രോഗമുള്ള ഇടത്തൊന്ന് വെച്ച് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗമുള്ളവർ അവരുടെ കർത്താവെ കരങ്ങളെ ആ ഭാഗത്ത് വെച്ചവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ. അവരുടെ മേൽ ബലഹീനതകൾ കർത്താവെ കിടക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ബലഹീനതകൾ മാറിപ്പോകട്ടെ. അവൻ കർത്താവെ കിടക്കമേൽ കിടക്കുന്ന രോഗികൾ ഇത് കാണുന്നുണ്ട്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവർ സൗഖ്യമാകട്ടെ. കർത്താവെ, അവൻ കടബാധ്യതയുടെ നടുവിലിരിക്കുന്നവരുണ്ട്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ബാധ്യതകളെ തീർപ്പാൻ ഒരു വഴി അവർക്കായി സ്വർഗം തുറക്കട്ടെ. കർത്താവ്, നിന്റെ മഹത്വം വെളിപ്പെടണം, നിന്റെ ശക്തി അവരുടെ മേൽ ഇറങ്ങട്ടെ. കർത്താവ്, ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനത്തിലുള്ള വഴി തുറക്കട്ടെ. കർത്താവ്, അവൻ അത് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, അവരുടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, അവരെന്തൊക്കെയാണോ മനസ്സിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ കുറിച്ച് പ്രാർത്ഥിക്കുന്നത്, അവരുടെ സകല വിഷയങ്ങൾക്കും എൻ്റെ കർത്താവ് മറുപടികളായിക്കട്ടെ. പൈശാചിക ബന്ധനങ്ങളോടെ മന്ത്രവാദത്താലും ആഭിചാരങ്ങളാലും കർത്താവ് പിടിക്കപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഡെലിവറൻസ് ആ കുടുംബങ്ങൾക്ക് വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വലിയ സൗഖ്യത്തെ അയക്കട്ടെ, വലിയ വിടുതലകളായിക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു, പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ, ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുണ്ട്, പ്രെയർ ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആമേൻ, ഇമെയിൽ ഉണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം, ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. അതുപോലെ ആമേൻ, ഞങ്ങളുടെ ഈ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ലൈവായി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിൽ ഞങ്ങളുടെ ഒരു ചാനലുണ്ട്, പാസ്റ്റർ റജി തിരുവനന്തപുരം എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ലഭിക്കും. അത് സബ്സ്ക്രൈബ് ചെയ്യുക. ആമേൻ. ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ആഴ്ച തോറുമുള്ള ഞങ്ങളുടെ സൺഡേ സർവീസുകൾ അല്ലാതുള്ള ഫാസ്റ്റിംഗ് പ്രേയറുകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുവാൻ ആമേൻ അതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുകൂടാതെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഞങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ സ്പോൺസർഷിപ്പിലാണ്. ദയവായി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ഒരു പ്രോഗ്രാം, ഒരു ദിവസത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. അല്ലെങ്കിൽ അത് ഗൂഗിൾ പേ നമ്പറാണ്, നിങ്ങൾക്കതിൽ ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളോ ഞങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങൾക്കതിനുള്ള ഡയറക്ഷൻസ് നൽകാനിടയായി തീരും. ആർക്കെങ്കിലും ദൈവനാമത്തിൽ ഒരു പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുവാൻ, എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത പ്രോഗ്രാമിൽ കാണുവോളം ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.